Hi my dear students, I am Mahima teacher. Welcome to Mahima teacher's chemistry classroom in Spec Nature. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ 10th എക്സാംസ് ഒക്കെ ഫോക്കസ്ഡ് ഏരിയയിൽ നിന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ഫോക്കസ് ഏരിയ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നല്ല കുട്ടികളായിട്ടിരിക്കുക. ഇതിനുശേഷം നിങ്ങൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രസ് ദ ബെൽ ഐക്കൺ. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ കാർബണിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ കാർബൺ എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാം. നിങ്ങൾ എവിടേക്കാണ് കാർബണിനെ കാണുന്നത്? ഓക്കെ, നിങ്ങളുടെ പെൻസിൽ എന്ന് പറയുന്നത് കാർബൺ ആണ് അല്ലേ. ഗ്രാഫൈറ്റ്. അതുപോലെ തന്നെ ഡയമണ്ട് എന്ന് പറയുന്നത് കാർബൺ ആണ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോ കാർബൺസിനെ കുറിച്ചിട്ടാണ്. അതായത് കാർബണിന് നമുക്കറിയുന്ന കാര്യം എന്താണ്? കാർബണിന്റെ വാലൻസി ഇലക്ട്രോൺസ് എത്രയാണ്? കാർബണിന്റെ വാലൻസി ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? കാർബണിന് ചുറ്റും 4 ഇലക്ട്രോൺസ് ഇങ്ങനെ ഡോട്ടഡ് വെച്ച് കാണിക്കാൻ പറ്റും അല്ലെ. കാർബണിന് ചുറ്റും 4 ഇലക്ട്രോൺസ് ഇങ്ങനെ ഡോട്ടഡ് വെച്ച് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇത് ഏതൊക്കെ രീതിയിൽ ഇതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, കാർബൺ കോവാലന്റ് ബോണ്ട് ഹൈഡ്രജനുമായിട്ട് ഫോം ചെയ്യാം. അതായത് ഈ ഒരു രീതിയിൽ വരാം. കാർബണിനെ അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഹൈഡ്രജൻ എന്ന് പറയുന്നതിനും ഹൈഡ്രജനും 1 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഹൈഡ്രജന്റെ 1 ഇലക്ട്രോണും കാർബണിന്റെ 1 ഇലക്ട്രോണും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ഒരു CH ബോണ്ട് അവിടെ ഫോം ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ CH അങ്ങനെ. അപ്പൊ ഇത് ഇങ്ങനെ വരുമ്പോൾ കാർബണിന്റെ ഒക്ടറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ബോണ്ടിങ്ങിനെ നമ്മൾ സിംഗിൾ ബോണ്ട് എന്നാണ് പറയുന്നത്. സിംഗിൾ ബോണ്ട്. ഇനി വേറൊരു രീതിയിലാണെങ്കിൽ കാർബണുമായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എത്ര ഹൈഡ്രജൻ ഇനി ആഡ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാർബണിന് 1 ഇലക്ട്രോൺ ഇതുമായിട്ട് ഷെയർ ചെയ്തു. അനദർ ഇലക്ട്രോൺ ഈസ് ആൾസോ ഷെയർഡ് വിത്ത് ദിസ് കാർബൺ. അപ്പോൾ ബാക്കി 2 എണ്ണം ഉണ്ട്. ആ 2 എണ്ണവും ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. കാർബൺ ഡബിൾ ബോണ്ട്. അത് കഴിഞ്ഞ ശേഷം വേറെ ഒരെണ്ണം എന്ന് പറഞ്ഞാല് കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാവാം. അപ്പൊ ഈ കാർബണിന്റെ 3 ഇലക്ട്രോൺസും ഈ കാർബണിന്റെ 3 ഇലക്ട്രോൺസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അതൊരു ബോണ്ട് ഫോം ചെയ്തിട്ട് ട്രിപ്പിൾ ബോണ്ട് ആവാം. അപ്പോൾ ബാക്കി ഈ കാർബണിന് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഇലക്ട്രോണ് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യാം. ഇവിടെയും അതുപോലെ തന്നെ. അപ്പം 3 ടൈപ്സ് ഓഫ് ബോണ്ടാണ് നമ്മളിവിടെ കണ്ടത്. ഒന്ന് സിംഗിൾ ബോണ്ട്, ഇത് ഡബിൾ ബോണ്ട്, ഇതാണെങ്കിൽ എന്താണ്? ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ എങ്ങനെയാണ്, ഇതിനൊക്കെ എങ്ങനെ പേര് വിളിക്കും? അപ്പൊ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സിനെ ഹൈഡ്രോ കാർബൺസ് എന്നാണ് പറയുന്നത്. എന്താണ്? ഹൈഡ്രോ കാർബൺ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ട്സിനെ നമ്മൾക്ക് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആയിട്ടുള്ളതിനെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്നാണ് പറയുന്നത്. അപ്പൊ സിംഗിൾ ബോണ്ടഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിന്റെ എങ്ങനെയൊക്കെയാണ് പേരുകൾ വരുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ് ഇരിക്കുന്നത്, അതിന്റെ ജനറൽ ഫോർമുല എങ്ങനെ വരും എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതെങ്ങനെയൊക്കെ വരുന്നു, എങ്ങനെയാണ് അതിന്റെ പേര് വരിക എന്നൊക്കെ. കേട്ടല്ലോ? അപ്പൊ ഇവിടെ നോക്കൂ, സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നു. അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്താണെന്ന് നമുക്ക് എഴുതണം. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് ഫോർമുല എന്താണെന്നും കൂടെ എഴുതണം. അതായത് ഈ ഒരു സ്ട്രക്ചറിനെ നമുക്ക് കണ്ടൻസ്ഡ് വേയിലും കൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതെങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ത് വരും? എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ.
അപ്പൊ C2 എന്ന് എഴുതാം. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ ഇവിടെ H6. ഓക്കെ, ഇനി കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെയാണ് എഴുതണേന്ന് വെച്ച് കഴിഞ്ഞാല് സി സിംഗിൾ ബോണ്ട് സിന്റെ ഈ സിന്റെ ഒപ്പം എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ H3 എന്ന് എഴുതും. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിൽ അതുപോലെ തന്നെ H3 എന്നുണ്ട്. H3 എന്ന് എഴുതും. ഇങ്ങനെയാണ് നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുല എഴുതുന്നത്. ഇനി അടുത്ത കേസ് ഇവിടെയാണെങ്കിൽ ഡബിൾ ബോണ്ടിന്റെ ആണ്. ഈ ഡബിൾ ബോണ്ടിന്റെ കേസിൽ 2 കാർബൺ ഉണ്ട്. ഇവിടെ 2, ഇവിടെ 1 2 3 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ C2H4 എന്ന് എഴുതാം. അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാല് സിന്റെ ഒപ്പം 2 ഹൈഡ്രജൻ, അപ്പൊ CH2 എന്ന് എഴുതാം. ഇതിപ്പോ H3 ഇവിടെ എഴുതണം എന്നില്ല, നമുക്ക് ഇങ്ങനെ CH3 എന്ന് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടല്ലോ. അതേപോലെ തന്നെ CH2 എന്ന് നമ്മൾ എഴുതി. പിന്നെ ഡബിൾ ബോണ്ട് ഇടണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും സിന്റെ ഒപ്പം 2H, അപ്പൊ CH2. ഇതാണ് അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രിപ്പിൾ ബോണ്ടിന്റെ കേസിൽ എങ്ങനെ വരും നോക്കി. ഇവിടെ 2C, അപ്പൊ C2 എന്ന് വരും. 2 ഹൈഡ്രജനേ ഉള്ളൂ, അപ്പൊ C2H2 എന്നായിരിക്കും അതിന്റെ മോളിക്കുലാർ ഫോർമുല വരുന്നത്. അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത് സിന്റെ ഒപ്പം ഒരു H, ട്രിപ്പിൾ ബോണ്ട് CH. അപ്പൊ ഇതാണ് കണ്ടൻസ്ഡ് ഫോർമുല. അപ്പൊ ഈ ടൈപ്പ് ഓഫ് കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. എന്താണ് ഹൈഡ്രോ കാർബൺസ്? സിംഗിൾ ബോണ്ട് ഉള്ളതിനെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ളതിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് സാച്ചുറേറ്റഡ്, ഈ 2 അൺസാച്ചുറേറ്റഡ്. ഓരോ കാറ്റഗറി ആയിട്ട് ഇനി മാറ്റാൻ പോവാണ് കേട്ടല്ലോ. ഈ സിംഗിൾ ബോണ്ട് ഉള്ള കാർബൺ ആറ്റത്തിന്റെ ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻസ്. ALKANES, ആൽക്കെയിൻസ്. ഓക്കെ, ഡബിൾ ബോണ്ട് ഉള്ളതിനെ ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൽക്കീൻസ്. ആൽക്കീൻസ്, ENES. ഇവിടെ ഇത് ANES, ഇത് ENES. ഇനി ട്രിപ്പിൾ ബോണ്ട് ഉള്ളതിന്റെ കാറ്റഗറിനെ നമ്മൾ വിളിക്കുന്നത് ആൽക്കെയിൻസ്. ആൽക്കൈൻസ്. ഇത് YNE, ഇത് ENE, ഇത് ANE. A ഫസ്റ്റ് ഉള്ളത് ABCDയിൽ A ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് E, പിന്നെ ലാസ്റ്റ് ഉള്ളത് Y. കേട്ടല്ലോ. അപ്പൊ ഈ കാറ്റഗറിയിലുള്ളതിനൊക്കെ നമ്മൾ ഇങ്ങനെ വിളിക്കുകയാണ്. അത് ANES വെച്ചിട്ടായിരിക്കും നമ്മൾ പേരുകൾ പറയുക. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഓരോന്നിന്റെ പേരുകൾ എങ്ങനെ വരുന്നു എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട്സും അതിന്റെ മോളിക്കുലാർ ഫോർമുലേസും എഴുതി നോക്കാം. എന്നിട്ട് നമുക്ക് അതിന്റെ ജനറൽ ഫോർമുലയിലേക്ക് പോവാം. കാർബണിന്റെ നമ്പർ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കാർബണിന്റെ വാലൻസി 4 ആണ്. അപ്പോൾ 4 ഹൈഡ്രജൻ ആറ്റം ആയിട്ട് ബോണ്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് CH4 എന്ന് വരും. അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നതും CH4 തന്നെയായിരിക്കും. ഇനി 2 കാർബൺ ആണെങ്കിൽ എന്ത് വരും? 2 കാർബൺ ആണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഈ കാർബണിന്റെ 1 ഇലക്ട്രോൺ ഈ കാർബണുമായിട്ട് പോയി, ബാക്കി 3 ഇലക്ട്രോൺസ് ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഇവിടെയും അതുപോലെ തന്നെ 3 ഇലക്ട്രോൺസ് ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് 2 കാർബൺ, അപ്പൊ C2, ഹൈഡ്രജൻ എന്ന് പറയുന്നത് ടോട്ടലി 6. ദെൻ ഇറ്റ്സ് കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത് സിന്റെ ഒപ്പം 3 ഹൈഡ്രജൻ, അപ്പൊ CH3, സിംഗിൾ ബോണ്ട് CH3 എന്നായിരിക്കും. ഇനി നെക്സ്റ്റ് കേസ് 3 കാർബൺ ആണെങ്കിൽ എങ്ങനെയിരിക്കും? ഇവിടെ 3 കാർബൺ ആണെങ്കിൽ എങ്ങനെയിരിക്കും? ഈ കാർബണിന് 1 ഇലക്ട്രോണേ ഇങ്ങോട്ട് പോയിട്ടുള്ളൂ, ബാക്കി 3 എണ്ണം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യും. പക്ഷെ ഈ കാർബൺ ആണെങ്കിൽ 2 ഇലക്ട്രോൺ ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി 2 എണ്ണം ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യും. ഇവിടെ ആണെങ്കിൽ 1 ഇലക്ട്രോൺ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ,
ബാക്കി 3 എണ്ണം ഉണ്ട്. അപ്പൊ 3 ഹൈഡ്രജനുമായിട്ട് ഇവിടെ ഷെയറിംഗ് നടക്കും. അപ്പോൾ അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C3. അതുപോലെ തന്നെ ഹൈഡ്രജൻ 1 2 3 4 5 6 7 8 ഹൈഡ്രജൻ. അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത് ആദ്യത്തെ കാർബണിന്റെ ഒപ്പം 3 ഹൈഡ്രജൻ, രണ്ടാമത്തേന്റെ ഒപ്പം 2 ഹൈഡ്രജൻ, മൂന്നാമത്തേന്റെ ഒപ്പം 3 ഹൈഡ്രജൻ. ഇങ്ങനെയായിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 എണ്ണം ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? 4 എണ്ണം ഉണ്ടെങ്കിൽ C4 ആണെങ്കിൽ എന്തായിരിക്കും ഹൈഡ്രജന്റെ നമ്പർ? അതുപോലെ തന്നെ അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്തായിരിക്കും? കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ വരും? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും? 4 കാർബണിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 4 കാർബൺ ആണ്. ഫസ്റ്റ് കാർബണായിട്ട് ഇവിടെ ഒരു ബോണ്ടേ ഫോം ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി 3 ഹൈഡ്രജൻ വേണം. ഈ കാർബണായിട്ട് രണ്ട് ബോണ്ടേ ഇവിടെ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് 2 ഹൈഡ്രജന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ 2 ഹൈഡ്രജന്റെ ആവശ്യമുണ്ട്. ഇവിടെ ഒരു ബോണ്ടും ബാക്കി 3 ഹൈഡ്രജൻ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നു, ഇവിടെ ബോണ്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതായിരിക്കും. അപ്പൊ എത്ര ഹൈഡ്രജൻ വരുന്നു എന്ന് നോക്കൂ. ഇവിടെ 3, ഇവിടെ 6, 8, 10. അപ്പൊ ഇവിടെ 10 ഹൈഡ്രജൻ ആണ് ഫോം ചെയ്തിരിക്കുന്നത്, ബോണ്ട് ചെയ്തിരിക്കുന്നത്. കാർബൺ 10 ഹൈഡ്രജനുമായിട്ടാണ് ഇവിടെ ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു മോളിക്കുലാർ ഫോർമുല എഴുതണം. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് ഗ്രൂപ്പാണ്? ആൽക്കെയിൻ ഗ്രൂപ്പാണ് അല്ലെ? ഈ ആൽക്കെയിൻ ഗ്രൂപ്പിന്റെ ജനറൽ ഫോർമുല എത്രയാണ്? മോളിക്കുലാർ ഫോർമുല എത്രയാണ്? എങ്ങനെയാണ് വരിക? ഇവിടെ ഒന്നൊന്ന് കമ്പയർ ചെയ്ത്. ഇവിടെ 1 കാർബൺ ആണെങ്കിൽ 4, ഇവിടെ 2 ആണെങ്കിൽ 6, 3 ആണെങ്കിൽ 8, 4 ആണെങ്കിൽ 10. അതായത് ഇവിടെ 1 into 2 പ്ലസ് 2 ആണ് 4. ഓക്കെ. ഇവിടെ ആണെങ്കിൽ എങ്ങനെ എഴുതാം? 2 into 2 പ്ലസ് 2 ആണ് 6. അപ്പൊ ഇവിടെ ആണെങ്കിൽ എന്ത് എഴുതാം നമുക്ക്? 3 into 2 പ്ലസ് 2 ഈക്വൽ ടു 8. ഇവിടെ ആണെങ്കിൽ 4 into 2 പ്ലസ് 2 ഈക്വൽ ടു 10. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 കാർബൺ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 into 2 പ്ലസ് 2. ഇപ്പൊ എത്ര വരും? 12. അതായത് C5 ആണെങ്കിൽ H12 ആയിരിക്കും. അപ്പൊ C8 ആണെങ്കിൽ എന്തായിരിക്കും? Hന്റെ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? അതായത് 8 into 2 പ്ലസ് 2, അതായത് 16 പ്ലസ് 2 ഈക്വൽ ടു 18. ഇതായിരിക്കും അതിന്റെ മോളിക്കുലാർ ഫോർമുല. അപ്പൊ ജനറൽ ഫോർമുല എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എഴുതാൻ പറ്റുന്നത് Cn ആണെങ്കിൽ, n നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഹൈഡ്രജന്റെ നമ്പർ എന്ന് പറയുന്നത് 2n പ്ലസ് 2 ആയിരിക്കും. ഇതാണ് അതിന്റെ ജനറൽ മോളിക്കുലാർ ഫോർമുല. Cn H2n പ്ലസ് 2 ആണ് ആൽക്കെയിന്റെ മോളിക്കുലാർ ഫോർമുലയായിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ പേര് എങ്ങനെ വരുന്നു എന്ന് നോക്കണം. അതായത് അതിന്റെ നോമൻക്ലേച്ചേഴ്സ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ്. അപ്പൊ ഹൈഡ്രോകാർബൺസ് എല്ലാം അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സി കഴിഞ്ഞാൽ സി ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഇല്ലാതെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അൺബ്രാഞ്ചഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. അതായത് CH3 എന്ന് നമ്മൾ ഇവിടെ എഴുതി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ CH2 എന്ന് എഴുതി, CH2, വീണ്ടും CH2, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് CH3. കണ്ടോ, ഒരു ബ്രാഞ്ച് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളതിനാണ് അൺബ്രാഞ്ചഡ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത്. അൺബ്രാഞ്ചഡ് ഹൈഡ്രോകാർബൺസിൽ സിംഗിൾ ബോണ്ടഡ് ഉണ്ട്, ഡബിൾ ബോണ്ടഡ് ഉണ്ട്, അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടഡ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഹൈഡ്രോകാർബൺസിന്റെ പേര് IUPAC സിസ്റ്റം അനുസരിച്ചിട്ട് എങ്ങനെ വരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരുന്നു? ANES എന്നായിരുന്നു അല്ലെ? ഇത് ഇവിടെയാണ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ALKENES, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ALKYNES, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ നമ്പർ ഓഫ് കാർബൺ അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് പേരുകൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ.
കാർബണിന്റെ നമ്പർ അനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ വേർഡ് റൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കാർബണിന്റെ നമ്പർ 1 ആണെങ്കിൽ നമ്മൾ മെത്ത് എന്ന് പറയും. ഓക്കെ, കാർബണിന്റെ നമ്പർ 2 ആണെങ്കിൽ എത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുക. കാർബണിന്റെ നമ്പർ 3 ആണെങ്കിൽ പ്രൊപ്പ്. കാർബണിന്റെ നമ്പർ 4 ആണെങ്കിൽ ബട്ട്. കാർബണിന്റെ നമ്പർ 5 ആണെങ്കിൽ പെന്റ്. കാർബണിന്റെ നമ്പർ 6 ആണെങ്കിൽ ഹെക്സ്. കാർബണിന്റെ നമ്പർ 7 ആണെങ്കിൽ ഹെപ്റ്റ്. കാർബണിന്റെ നമ്പർ 8 ആണെങ്കിൽ ഒക്ട്. കാർബണിന്റെ നമ്പർ 9 ആണെങ്കിൽ നൺ. കാർബണിന്റെ നമ്പർ 10 ആണെങ്കിൽ ഡെക്ക്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുക. ഇപ്പൊ നമ്മൾ സിംഗിൾ ബോണ്ടിന്റെ കേസ് ആണെങ്കിൽ, ഇതെല്ലാം സിംഗിൾ ബോണ്ടഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇതിന്റെ പേര് വിളിക്കുക? ANE വെച്ചിട്ട് എഴുതിക്കോണം. ANE കണ്ട, ANE. ഇവിടെ നമ്മൾ ANE സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെയും ANE, 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 ഹെപ്റ്റേൻ, ഹെപ്റ്റേൻ, ഒക്ടേൻ, ANE, ANE. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക പേരുകൾ. ഓക്കെ, ഇനി ഡബിൾ ബോണ്ട് ആണെങ്കിൽ ANEക്ക് പകരം ENE എന്നായിരിക്കും നമ്മൾ എഴുതുക. ഇനി അത് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ YNE ആയിരിക്കും ഇതിന് പകരം എഴുതുക. അതായത് നിങ്ങൾ പഠിക്കേണ്ടത് അതിന്റെ വേർഡ് റൂട്ട് ആദ്യം പഠിക്കണം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബട്ട്, പെന്റ്, ഹെക്സ്, കെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡബിൾ ബോണ്ട് വന്നാലും ട്രിപ്പിൾ ബോണ്ട് വന്നാലും ഇത് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നു ഞാൻ കരുതുന്നു. അപ്പൊ ബാക്കി ഇത്രയും കാര്യങ്ങൾ, ഈ 10 പേരുകൾ, അതിന്റെ വേർഡ് റൂട്ട്സിന്റെ പേരുകൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ ബൈഹാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ പേരുകൾ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഇത് ഞാനിവിടെ പറഞ്ഞത് അൺബ്രാഞ്ചഡ് കണ്ടീഷനിലാണ്. ഇനി ബ്രാഞ്ചഡ് വരുവാണെങ്കിൽ ഇതിന്റെ സിസ്റ്റം വേറെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നോമൻക്ലേച്ചർ ഓഫ് അൺബ്രാഞ്ചഡ് ആൽക്കൈൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും ഏതാണ് അതിന്റെ വേർഡ് റൂട്ട് എന്നുള്ളത്. ആ വേർഡ് റൂട്ട് പ്ലസ് ANE ആയിരിക്കും നമ്മളുടെ അതിന്റെ പേര്. കേട്ടോ? അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. C4H10 എന്ന് പറഞ്ഞാൽ C4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആറ്റം 4 ആണ്. അപ്പൊ 4 ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ വേർഡ് റൂട്ട് വരുന്നത്? നമുക്കറിയണ കേസ് ഏതൊക്കെയാണ്? 1 ആണെങ്കിൽ മെത്ത്, 2 ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബട്ട്. അപ്പൊ ഇവിടെ വരുന്നത് BUTANE, ബ്യൂട്ടൈൻ എന്നായിരിക്കും നമുക്ക് വരിക. ഇനി നെക്സ്റ്റ് കേസ് പറയാണ്. അതില് CH3, CH2, 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 CH3 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ നെയിം എന്ത് വരും? അപ്പൊ നമ്മൾ കാർബൺ എത്രയുണ്ടെന്ന് നോക്കാം. 1 2 3 4 5. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഹൈഡ്രജന്റെയും കാർബണിന്റെയും നമ്പേഴ്സ് നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ കാർബണിന്റെ നമ്പർ 1 2 3 4 5. ഹൈഡ്രജന്റെ ആണെങ്കിൽ എത്ര വരും? ഇവിടെ 3, ഇത് 2, ഇത് 2, ഇത് 2, 3. അപ്പൊ നമ്മളൊരു ജനറൽ മോളിക്കുലാർ ഫോർമുല പഠിച്ചിരുന്നു 2n+2 എന്നുള്ളത്. അപ്പൊ 5 ആണെങ്കിൽ 5 × 2 10 +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 12. അപ്പൊ ഇതിന്റെ IUPAC നെയിം എങ്ങനെ വരും? 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയണത് പെന്റ അല്ലെ? PENTANE, പെന്റൈൻ. ഇപ്പൊ C5H12ന്റെ IUPAC നെയിം എന്ന് പറയുന്നത് പെന്റൈൻ ആയിരിക്കും. ഇനി 6 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? ഹെക്സൈൻ. ഇനി 8 നമ്പർ ഓഫ് കാർബൺ ആയിട്ടാണെങ്കിൽ എങ്ങനെ എഴുതാം? ഒക്ടൈൻ. 7 ആണെങ്കിൽ ഹെപ്റ്റൈൻ.
10 ആണെങ്കിൽ എന്താ എഴുതാം? 10നെ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഡെക്കെയിൻ. ഇപ്പൊ കാർബൺ ആറ്റത്തിന്റെ നമ്പർ അനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ വേർഡ് റൂട്ടിന്റെ ഒപ്പം ANE ചേർക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ നോമൻക്ലേച്ചർ കിട്ടുന്നതായിരിക്കും, അതിന്റെ നെയിം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് അൺബ്രാഞ്ചഡ് ആൽക്കൈന്റെ കേസിൽ മാത്രമാണ്. ഇപ്പൊ നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ചഡ് ഹൈഡ്രോകാർബൺസ്. അപ്പൊ ഞാൻ 2 എക്സാമ്പിൾ എഴുതി വെച്ചിരിക്കുക. അപ്പൊ അതിനകത്ത് നോക്കിയേ, നമ്മള് എണ്ണി നോക്കുക. 1 2 3 4 ഇങ്ങോട്ട് 4 കാർബൺ ആറ്റം. ഇവിടേക്കാണെങ്കിൽ 1 2 കാർബൺ ആറ്റമേ ഉള്ളൂ. ഇവിടെയും അതുപോലെ നോക്കുക. 1 2 3 4 5. ഈ ഒരു ചെയിനില് 5 കാർബൺ ആറ്റം. ഇങ്ങോട്ടാണെങ്കിൽ 1 2 3 കാർബൺ ആറ്റം. അപ്പൊ IUPAC നെയിം അനുസരിച്ചിട്ട് മാക്സിമം കാർബൺ ആറ്റം എങ്ങോട്ട് വരുന്നോ അതാണ് അതിന്റെ മെയിൻ ചെയിൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിന്റെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇവിടെ 1 2 3 4 കാർബൺ ആറ്റം ഉണ്ട്. ഇങ്ങോട്ടാണെങ്കിൽ 2 കാർബൺ ആറ്റം ഉള്ളൂ. അത് ഇതിന്റെ ബ്രാഞ്ചഡ് ചെയിൻ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് കേസിൽ 1 2 3 4 5 കാർബൺ ആറ്റം ഇങ്ങോട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ 1 2 3 കാർബൺ ആറ്റമേ ഉള്ളൂ. അപ്പോൾ 5 കാർബൺ ആറ്റം ഉള്ളതാണ് അതിന്റെ മെയിൻ ചെയിൻ. 3 കാർബൺ ആറ്റം ഉള്ളത് അതിന്റെ ബ്രാഞ്ചഡ് ചെയിൻ ആയിട്ടാണ് വരുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ മെയിൻ ചെയിൻ ആയിട്ട് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ളത്, മിനിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ളതെല്ലാം അതിന്റെ ബ്രാഞ്ചസ് ആണ്. ഇനി ഈ ബ്രാഞ്ചസിന്റെ നെയിം കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്ന നോക്കി, ഈ ബ്രാഞ്ചിൽ എന്താ കിടക്കുന്നത്? CH3 എന്നാണ് എഴുതിയിരിക്കുന്നത്. CH3 എന്ന് പറയുന്നത് നമുക്കറിയുന്നത് അതെന്താണ്? മെത്താണ്. ഇവിടെയാണെങ്കിൽ C2H5 എന്ന് പറയുന്ന ഒരു റാഡിക്കൽ ആണ് ഇവിടെ കിടക്കുന്നത്. അതായത് 2 കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ എത്താണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന ബ്രാഞ്ചസിൽ കിടക്കുന്നത് എല്ലാം ആൽക്കൈൽ റാഡിക്കൽസ് ആണ്. ആൽക്കൈൽ റാഡിക്കൽസ് എന്നാണ് പറയുന്നത്. ആൽക്കൈൽ റാഡിക്കൽസ്. അതായത് ഇവിടെ കിടക്കുന്നത് മെത്ത്. അപ്പൊ നമ്മൾ വിളിക്കുന്ന പേര് മെത്തൈൽ റാഡിക്കൽ അവിടെ കിടക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഈഥൈൽ റാഡിക്കൽ ആണ് കിടക്കുന്നത്. C3 ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? പ്രൊപ്പൈൽ. അങ്ങനെ ബ്യൂട്ടൈൽ. ഈ ഒരു YL വെച്ചിട്ട് നമ്മൾ അതിന്റെ പേര് വിളിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ ബ്രാഞ്ചസിൽ കിടക്കുന്നതെല്ലാം ആൽക്കൈൽ റാഡിക്കൽസ് ആണ്. YL വെച്ചിട്ട് വേണം നമ്മൾ അതിന്റെ പേര് പറയാൻ. ഈഥൈൽ, മീഥൈൽ, പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ, പെന്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പറയുക. ഇനി മെയിൻ ആയി കിടക്കുന്നതില് നമ്മൾ ആദ്യം നമ്പേഴ്സ് ഇട്ട് നോക്കാം. ഇവിടുന്ന് നമ്പർ ഇടാം. 1 2 3 4 എന്നിട്ടു. അപ്പോൾ ബ്രാഞ്ച് വരുന്നത് 3ാമത്തെ കാർബൺ ആണല്ലോ. 3ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ, അതായത് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ 3ാമത്തെ കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വരുന്നത്. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ 1 2 3 4, അതായത് 2ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ അതായത് ഈ കാർബണിനെ നമ്മൾ 2 നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത്, 3ഉം 2ഉം. ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ 3, റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ 2. നമ്മൾ പിന്നീട് ചെക്ക് ചെയ്യേണ്ടത് 3 2. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ചെറിയ നമ്പർ 2 എന്ന് എഴുതുക. ഓക്കെ, ഇനി ഇതെന്താ കിടക്കുന്നത്? ഏത് റാഡിക്കൽ ആണ് കിടക്കുന്നത്? മീഥൈൽ റാഡിക്കൽ ആണ്. അപ്പൊ ഇവിടെ ഒരു ഹൈഫൻ ഇട്ടിട്ട് മീഥൈൽ എന്ന് എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇവിടെ എത്ര മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4. അപ്പൊ 4 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? 4 കാർബൺ ഉണ്ടെങ്കിൽ ഒന്നുണ്ടെങ്കിൽ മീഥൈൽ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ. കണ്ട, ബ്യൂട്ടൈൻ എന്നാണ്. അപ്പൊ ഇവിടെ ആൻസർ ഇവിടെ ബ്യൂട്ടൈൻ. ഓക്കെ, നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്നാണ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിന്റെ ഹൈഡ്രോകാർബണിന്റെ IUPAC നെയിം ആണ് 2 മീഥൈൽ ബ്യൂട്ടൈൻ.
ഇവിടുത്തെ എമ്മിനെ നമ്മൾ ക്യാപിറ്റൽ എഴുതിക്കോണം. അപ്പൊ 2 മീഥൈൽ ബ്യൂട്ടൈൻ. അപ്പൊ അടുത്ത കേസിൽ എങ്ങനെ വരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതാണെങ്കിൽ ഈഥൈൽ. അപ്പൊ നമ്മൾ നമ്പർ ഇടുക. ഇവിടെ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. അപ്പൊ ഇവിടെ 2 എന്ന് കിട്ടി. ഇനി ഇവിടുന്ന് റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ 1 2 3 4 എന്നാണ് ഈ കാർബൺ ആറ്റത്തിൽ വരിക. അപ്പൊ ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 എന്ന് നമ്മൾ എഴുതാം. 2 എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇടുക. ഈ ഒരു റാഡിക്കൽ എന്ന് പറയുന്നത് ഈഥൈലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഈഥൈൽ എന്ന് എഴുതാം. ഈഥൈൽ. ഇനി ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5. 5 എന്ന് പറയുന്നത് പെന്റൈൻ ആണ് അല്ലേ? അപ്പൊ പെന്റൈൻ. ഇതാണ് നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഈ ഒരു ഹൈഡ്രോ കാർബണിന്റെ IUPAC നെയിമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2-ഈഥൈൽ പെന്റൈൻ. അപ്പൊ ഇതേപോലത്തെ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുക. ഇതേപോലെ തന്നെ അതിന്റെ പേരുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ലോവസ്റ്റ് നമ്പർ ഏതാണോ അത് ആദ്യം എഴുതുക. ഈ ബ്രാഞ്ചിൽ കിടക്കുന്ന റാഡിക്കൽ എന്താണോ അതിന്റെ കൂടെ YL വെച്ച് ചേർത്തിട്ട് എഴുതുക. അതിനുശേഷം മെയിൻ ചെയിനിലത്തെ കാർബൺ ആറ്റം എത്രയുണ്ടെന്ന് നോക്കുക. അതിന്റെ IUPAC നെയിം നമ്മൾ ഇവിടെ കൊടുക്കുക. അപ്പൊ അങ്ങനെ ടോട്ടലി വായിക്കുമ്പോൾ ഈ ഒരു ഹൈഡ്രോ കാർബണിന്റെ IUPAC നെയിമായി മാറുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ എന്താ വരിക നോക്കാം. നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്. അപ്പൊ നേരത്തെ കേസിൽ 1 ബ്രാഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ മോർ ദാൻ 1 ബ്രാഞ്ച് ഉണ്ട്. നോക്കി, ഇവിടെ വരണുണ്ട്, ഇവിടെ വരണുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് അതിന്റെ മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത്. ഇവിടെയാണ് കൂടുതൽ കാർബൺ ആറ്റം ഉള്ളത്. അപ്പൊ മെയിൻ ചെയിനിൽ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്പേഴ്സ് ഇടുക. 1 2 3 4 5 6 7 കേട്ടോ. അപ്പൊ 7 കാർബൺ ആറ്റം ആണ് മെയിൻ ചെയിനുള്ളത്. ഇനി തിരിച്ച് നമ്പർ ഇട്ട് നോക്കുക. 1 2 3 4 5 6 7. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 6ഉം 2 ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ 4 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഇതില് 2ഉം 2ഉം 4ഉം ആണോ 6ഉം 4ഉം ആണോ എന്ന്. അപ്പൊ ഏറ്റവും ചെറുത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ 2ഉം 4ഉം ആണ് ഏറ്റവും ചെറിയ നമ്പേഴ്സ്. അപ്പൊ നമ്മളിവിടെ 2,4 എന്ന് എഴുതുക. അപ്പൊ ബ്രാഞ്ചസ് വരുന്നത് എവിടേക്കാണ്? 2ലും വരുന്നുണ്ട്, അതുപോലെ തന്നെ 4ലും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ ഏറ്റവും ചെറുത് ഇവിടുത്തെ ഏറ്റവും ചെറുത് അങ്ങനെയല്ല നോക്കേണ്ടത്. ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ 2ഉം ഇവിടെ 4ഉം അത് ഒരു കളക്ഷൻ ആണ്, ഒരു സെറ്റ് ആണ്. ഓക്കെ, 6ഉം 4ഉം അനദർ സെറ്റ് ആണ്. ആ സെറ്റാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ 2 എഴുതി ഇവിടെ ഒരു 3 ആണ് ഇങ്ങോട്ട് പോയപ്പോൾ കിട്ടിയെങ്കിൽ ഇവിടെ 2 3 എന്ന് പറഞ്ഞാൽ എഴുതരുത്. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടി, ഒപ്പം തന്നെ 4 എന്നും കിട്ടി. അപ്പൊ 2ഉം 4ഉം ആണ് ഒരു സെറ്റ്. ഇനി റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് പോയപ്പോൾ ഇവിടെ 4ഉം കിട്ടി, ഇവിടെ 6ഉം കിട്ടി. അപ്പൊ 4ഉം 6ഉം ആണ് അനദർ സെറ്റ്. ആ രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ 2ഉം 4ഉം ആണ് ഏറ്റവും ചെറുത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് 2 4. ഇനി ഈ 2 ബ്രാഞ്ചിലും 2 മീഥൈൽ ഗ്രൂപ്പ്സ് ആണ്, മീഥൈൽ റാഡിക്കൽ ആണ് ഉള്ളത്. അപ്പൊ 2 എണ്ണം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേർഡ് അവിടെ യൂസ് ചെയ്യുക? ഡൈ. അപ്പൊ ഇവിടെ നമ്മൾ എഴുതണം, ഇവിടെ ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതിക്കോണം, ഡൈമീഥൈൽ. ഓക്കെ, ഇവിടെ 7 നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ. അപ്പൊ 7 നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ എന്ന് പറയുമ്പം അത് ഹെപ്റ്റൈൻ ആണ്. ഹെപ്റ്റൈൻ. അപ്പോൾ ഇതിന്റെ IUPAC നെയിം ആണ് 2,4 ഡൈമീഥൈൽ ഹെപ്റ്റൈൻ. അപ്പൊ മനസ്സിലായല്ലോ. ഇനി അടുത്തത് എങ്ങനെ വരുന്നു നോക്കിയേ. അടുത്തത് ഏത് രീതിയിലാണ് വരിക? മെയിൻ ചെയിനിൽ നമ്മൾ നമ്പർ ഇടുക. ആദ്യം ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് ഇടുന്നത്. അപ്പൊ 1 2 3 4 5 6 7. അപ്പൊ ഇവിടെ നോക്കിയേ, 6ലും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 3 ഇത് 2. ഇതൊരു സെറ്റ് ആണ് കേട്ടോ. നമുക്ക് കിട്ടിയിരിക്കണം, ഞാൻ എഴുതുന്നു 3 2 3 6. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുമ്പോൾ ഇവിടെ 1 ഇത് 2 ഇത് 3 ഇത് 4 5 6. അപ്പൊ ഇവിടെ 6, ഇവിടെ 5, ഇവിടെ 2. അടുത്തത് കിട്ടിയിരിക്കുന്നത് 2 5 6. അപ്പൊ ഇതിലത്തെ ഏറ്റവും
ചെറിയ നമ്പേഴ്സ് വരുന്നത് എവിടെയാന്ന് നോക്കുക. അപ്പൊ ചെറിയ നമ്പേഴ്സ് വരുന്നത് ഇതാണ് 2, 3, 6. എവിടെയാണ് 2, 5, 6 എന്നാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ എടുക്കേണ്ട 2, 3, 6 എടുക്കുക. ഓക്കെ, അപ്പൊ 2, 3, 6 എന്ന് എഴുതുന്നു. 2, 3, 6 പിന്നെ ഒരു ഹൈഫൻ ഇടുക. ഇവിടെ നോക്കി 1, 2, 3 മൂന്നെണ്ണവും മീതയിലാണ്. അപ്പൊ മൂന്നെണ്ണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ, ട്രൈ എന്ന് പറയും അല്ലെ. അപ്പൊ ട്രൈ മീതൈൽ എന്നെഴുതും. ഇനി ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നതും ഇവിടെ 7 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 7 ആണെങ്കിൽ ഹെപ്റ്റെയ്ൻ. അപ്പൊ ഇതാണ് നമ്മളുടെ IUPAC നെയിം 236 ട്രൈമീഥൈൽ ഹെപ്റ്റെയ്ൻ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഞാൻ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി സെക്ഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. Okay, see you on another section with another topic. Bye.